ഇന്നിപ്പോൾ കോഴിക്കോട്ടു നിന്ന് ചില പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ചില ബാങ്കുകളിലൊക്കെ അല്ലെങ്കിൽ ചില കോളേജുകളിലൊക്കെ നിയമനത്തിന് ജോലിക്ക് കോഴ വാങ്ങുക എന്ന് കേട്ടിട്ടൊക്കെയുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽദാതാവാകേണ്ടുന്ന ഏജൻസി PSCയിൽ മെമ്പർമാരാകുവാൻ വരെ തലയെണ്ണി പണം വാങ്ങുന്ന ഒരു സംസ്കാരം കോഴിക്കോട്ടെ യുവാവായ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആ മന്ത്രിയുടെ വളരെ വിശ്വസ്തനായ ഒരു DYFIയുടെ പ്രധാനപ്പെട്ട ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് നടത്തിയതായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. കേരളത്തിലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിൽ നിഷേധവുമായിട്ടാണ് ഈ രണ്ടാം പിണറായി സർക്കാരും ഒന്നാം പിണറായി സർക്കാരിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പരീക്ഷ എഴുതി ഒന്നാം ഘട്ട പരീക്ഷയും രണ്ടാം ഘട്ട പരീക്ഷയും വിജയകരമായി പൂർത്തീകരിച്ച് ഫിസിക്കൽ ടെസ്റ്റും പൂർത്തീകരിച്ച അഭ്യസ്തവിദ്യരായ ഉദ്യോഗാർത്ഥികൾ, ആ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തൊഴിൽ കിട്ടുവാൻ വേണ്ടി ഭിക്ഷയെടുക്കേണ്ടി വരുന്ന, മുട്ടിലിഴയേണ്ടി വരുന്ന, പുഷപ്പ് എടുക്കേണ്ടി വരുന്ന, മഴ നനഞ്ഞ് സൈക്കിൾ ഓടിക്കേണ്ടി വരുന്ന എത്രയെത്ര സമരങ്ങൾ ഈ കേരളീയ പൊതുസമൂഹം കണ്ടിട്ടുണ്ട്. അതിനിടയിൽ എന്നിട്ടും അവർക്ക് തൊഴിൽ കൊടുക്കാതിരിക്കുന്ന ഒരു ഏജൻസിയിലേക്ക് അംഗമായി നിയമിക്കുവാൻ പണം വാങ്ങുന്ന ഒരു പ്രവണത കേരളത്തിലെ ചെറുപ്പക്കാരോടുള്ള വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ സ്വാഭാവികമായും അധ്യാപക നിയമനം, പ്രത്യേകിച്ച് കോളേജ് അധ്യാപക നിയമനത്തിന് വലിയ തുക ചില മാനേജ്മെൻറ്റ് വാങ്ങുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തുക കൊടുത്തിട്ടും ആ ആളുകൾ ജോലിക്ക് കയറുന്നത് 10-30 വർഷക്കാലം ഉയർന്ന ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാം എന്നുള്ള വ്യവസ്ഥയിലാണ്. എന്നാൽ അത്രയൊന്നും കാലാവധി ഇല്ലാത്ത PSC മെമ്പർ തസ്തികയിൽ 60 ലക്ഷം രൂപ കൊടുക്കുന്ന ഒരു അംഗം എങ്ങനെയായിരിക്കും ആ പണം മുതലാക്കാൻ ഉദ്ദേശിക്കുക? സ്വാഭാവികമായിട്ടും പിൻവാതിൽ നിയമനങ്ങൾ നടത്തേണ്ടി വരും, ചോദ്യപേപ്പറുകൾ ചിലപ്പോൾ ചോർത്തി കൊടുക്കേണ്ടി വരും. ഈ പുറത്തേക്ക് വന്നിരിക്കുന്ന വാർത്ത വളരെ ഗൗരവതരമാണ്. ഇത് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ ഏറ്റവും വലിയ കുംഭകോണത്തിൻ്റെ ഉദാഹരണമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഈ വിഷയത്തിനകത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പേര് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ ഈ വിഷയത്തിനകത്ത് വ്യക്തത വരുത്തണം. പിന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഇത്തരത്തിലുള്ള, ഇപ്പോൾ തൊട്ടു മുൻപാണ് ബാറുകളുടെ ഡ്രൈ ഡേ ഒഴിവാക്കുവാൻ വേണ്ടി പണം വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത്. തുടർച്ചയായി ശ്രീ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ വരുന്നത് എന്നതിനെപ്പറ്റി മന്ത്രി തന്നെ പ്രതികരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു വിഷയം കൂടി, തിരുവമ്പാടിയിലെ KSEBയുടെ ചില ചെയ്തികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ KSEB ഓഫീസിന് നേർക്ക് എന്തെങ്കിലും അതിക്രമം ഉണ്ടായിട്ടുണ്ടോ? അതിനെ ഞങ്ങൾ നീതീകരിക്കുന്നില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ, ഏറ്റവും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യട്ടെ. എന്നാൽ എന്നുതൊട്ടാണ് ഈ KSEB എന്ന് പറയുന്നത് ഒരു സമാന്തര ലോ ആൻഡ് ഓർഡർ ഏജൻസിയായിട്ട് മാറിയത്? എന്തവകാശമാണ് ഈ KSEBക്ക് ലോ ആൻഡ് ഓർഡർ വിഷയത്തിനകത്ത് അഭിപ്രായം പറയാനായിട്ടുള്ളത്? ഇവരാരാണ്? വൈദ്യുതി ചാർജ് അടച്ചതിന് ശേഷവും ഫീസ് ഊരാൻ ഇവരാരാണ്? അങ്ങനെയൊക്കെ KSEB ഉദ്യോഗസ്ഥന്മാർ മന്ത്രിയുടെ സൗകര്യത്തോടു കൂടിയിട്ട് ഫ്യൂസ് ഊരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പൊതുസമൂഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഞങ്ങളും ഫ്യൂസ് ഊരിലങ്ങ് തുടങ്ങും. ഭീഷണിപ്പെടുത്തുകയല്ല, ഗതികേട് കൊണ്ട് പറയുകയാണ്. ഒന്ന്, KSEB നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ഒരു വശത്ത് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ റാഫി, ഞങ്ങളുടെ കുന്നമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനാണ് റാഫിയുടെ സഹോദരൻ റിജാസ് ഈ KSEBയുടെ അനാസ്ഥ മൂലം ഷോക്കേറ്റ് കൊല്ലപ്പെട്ട വാർത്ത നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തവരാണ്, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ. അവിടെ വൈദ്യുതി ലൈനിന് തകരാറ് സംഭവിച്ച് ഷോക്ക് ഉണ്ടാകുന്നുണ്ട്, 4ഓളം ആളുകൾക്ക് ഷോക്ക് അടിച്ചു എന്ന പരാതി നാട്ടുകാർ KSEBയോട് പറഞ്ഞിട്ടും KSEBയുടെ ഈ ജാഗ്രതയും
വ്യഗ്രതയും ധൃതിയും ഒന്നും അവിടെ കണ്ടില്ലല്ലോ. അത് കാരണം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇപ്പോൾ KSEBക്ക് അങ്ങ് സൂപ്പർ ആക്റ്റീവായി ആക്ട് ചെയ്യാൻ ഇപ്പോൾ KSEBക്ക് അറിയാമല്ലോ. എത്രയോ വൻകിട മുതലാളിമാരുടെ സ്ഥാപനങ്ങളിൽ വൈദ്യുതി കുടിശ്ശികയുണ്ട്. KSEBക്ക് അവരുടെ ഫ്യൂസ് ഉണ്ടല്ലോ. എത്രയോ സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭീമമായ തുക KSEBക്ക് കൊടുക്കാനുണ്ട്, അവരുടെ ഫ്യൂസ് ഉണ്ടല്ലോ. ഇപ്പം ബൈ ചാൻസ് KSEB ബില്ല് അടയ്ക്കാനൊന്നും വൈകിയെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ നമ്മളെല്ലാ ബില്ലുകളും കൃത്യമായി റിമൈൻഡർ ഡേറ്റ് ഇട്ടിട്ട് ഓർത്ത് വയ്ക്കുന്ന ആളുകളാണോ? അല്ലല്ലോ. ഇപ്പം നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യാൻ മറന്നു പോകുന്ന ആളുകളല്ലേ നമ്മൾ ആ ഡേറ്റിൽ. അപ്പോൾ അതിനുശേഷം എന്താണ്, മൊബൈൽ കട്ടാകുമ്പോൾ റീചാർജ് ചെയ്യുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ എന്നെ കേൾക്കുന്നത് നിങ്ങൾ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് മൊബൈൽ ഏജൻസി പറയുക, എന്നാൽ നിങ്ങളെ ഞങ്ങൾക്ക് ശരിപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞ് നാളെ തൊട്ട് ഓരോ ടെലികോം അതോറിറ്റികൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ എന്താ? എന്നിട്ട് അതിനെ മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി ഒരു നാണവുമില്ലാതെ ന്യായീകരിക്കുക. മന്ത്രി പറയും ഇനിയും ചെയ്യും. അപ്പോൾ ഇദ്ദേഹം എങ്ങാനും KSRTC മന്ത്രി ആയിരുന്നെങ്കിൽ, ഗതാഗത വകുപ്പ് മന്ത്രി ആയിരുന്നെങ്കിൽ, ബസ്സിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളുകളെ വണ്ടി കയറ്റി കൊല്ലാൻ ഇയാൾ ഉത്തരവിടുവോ? ഇനിയും KSEB ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇവരുടെ വാദം. ഇനി ആ വാദത്തെ അതേപടി തന്നെ ഞാൻ വാദത്തിന്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിയമസഭ തല്ലിപ്പൊളിച്ച് 2 ലക്ഷം രൂപ കോടതി നഷ്ടപരിഹാര തുക ഈടാക്കണമെന്ന് പറയുന്ന ശിവൻകുട്ടി, ആ ശിവൻകുട്ടിക്ക് എന്ത് ആക്ഷനാണ് ഇവരൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ രീതി, കൃഷ്ണൻകുട്ടിയുടെ രീതിയാണ് എല്ലാവരും അവലംബിക്കുന്നതെങ്കിൽ സ്പീക്കർ എന്താ ശിവൻകുട്ടി എഴുന്നേൽപ്പിച്ച് നിർത്തൂ നിയമസഭയ്ക്കകത്ത്? അപ്പോൾ അതുകൊണ്ട് ഈ തോന്നിവാസങ്ങളെല്ലാം കാണിക്കുകയും, അതുകൂടാതെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു, തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. അതിനകത്തൊന്നും ഒരു കോമ്പൻസേഷൻ നടപടികളിലേക്ക് പോലും ബോർഡ് പോകുന്നില്ല. ആ സമയത്ത് ഇമാതിരി തോന്നിവാസം കാണിക്കാനാണ് മന്ത്രിയുടെ ഒത്താശയോട് കൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങളും പലയിടത്തും ഫ്യൂസ് ഊരുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഭീഷണിയല്ല, ഈ നാടിൻ്റെ ഗതികേടാണ്. ഇപ്പം വൈദ്യുതി ബില്ലുമായി ബന്ധപ്പെട്ട ആളുകൾ ആശങ്ക പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ എല്ലാം വീട്ടിൽ ചോദിച്ചാൽ മതി, നമുക്കൊക്കെ താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ബില്ലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലുള്ളത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് KSEB ഈ ലൈനിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ഷോക്ക് ട്രീറ്റ്മെൻറ്റുമായിട്ടൊന്നും ഇറങ്ങണ്ട. അങ്ങനെയാണെങ്കിൽ ജനങ്ങളും തിരിച്ച് ഷോക്ക് അടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.